ഹ്യൂമൻ ഐസ് ആൻഡ് കളർഫുൾ വേൾഡ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ട് ആയ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെറ്റിനയുടെ സ്പെഷ്യൽ സെൽസ് ആയ കോൺ സെൽസ്, റോഡ് സെൽസ്, പിന്നെ പവർ ഓഫ് അക്കോമഡേഷൻ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അത് കഴിഞ്ഞ് വരുന്ന വീഡിയോയിൽ ഡിഫക്ട്സ് ഓഫ് വിഷനെ കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും റെറ്റിനയുടെ സ്പെഷ്യൽ സെൽസ് എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ആദ്യം പഠിക്കാം. റെറ്റിനയിൽ പലതരത്തിലെ സെൽസ് നമുക്ക് കാണാൻ കഴിയും. ഈ സെൽസിനെ പറയുന്നത് ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്നാണ്. ഫോട്ടോ റിസപ്റ്റേഴ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട്. അവയാണ് റോഡ് സെൽസും കോൺ സെൽസും. ഇനി നമുക്ക് റോഡ് സെൽസിൻ്റെയും കോൺ സെൽസിൻ്റെയും ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. റോഡ് സെൽസ് ആക്റ്റീവ് ആകുന്നത് ലൈറ്റിൻ്റെ അളവ് കുറയുന്ന സമയത്താണ്. അതായത് ഡിം ലൈറ്റിലും നൈറ്റ് വിഷനുമൊക്കെ സഹായിക്കുന്നത് റോഡ് സെൽസാണ്. ഓക്കെ, കോൺ സെൽസ് ആക്റ്റീവ് ആകുന്നത് ലൈറ്റിൻ്റെ അളവ് കൂടുതലുള്ള സമയത്താണ്. അതുകൊണ്ട് തന്നെ കളർ വിഷനെ ഹെൽപ്പ് ചെയ്യുന്നത് കോൺ സെൽസാണ്. ഇനി മറ്റൊരു കാര്യം, അത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഡിം ലൈറ്റിൽ നമുക്ക് ബ്രൈറ്റ് കളേഴ്സിനെ ഒന്നും പലപ്പോഴും തിരിച്ചറിയാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ അതിന് കാരണം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഡിം ലൈറ്റിൽ ആക്റ്റീവ് ആയിരിക്കുന്നത് ഏത് സെൽസാണ്? റോഡ് സെൽസ് അല്ലേ? ബട്ട് റോഡ് സെൽസ് ആർ നോട്ട് സെൻസിറ്റീവ് ടു കളർ വിഷൻ. ആക്ച്വലി ദിസ് ഈസ് ദ റിയൽ റീസൺ ബിഹൈൻഡ് ഇറ്റ്. ഇനി മറ്റൊരു കാര്യം, എല്ലാവരുടെ കണ്ണുകളിലും ഒരു ചെറിയ സ്പോട്ട് ഉണ്ടായിരിക്കും റെറ്റിനയിൽ. ഇതിനെ പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ്. ബ്ലൈൻഡ് സ്പോട്ടിൽ ഇമേജ് ഡിറ്റക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. കോൺ സെൽസും റോഡ് സെൽസും ബ്ലൈൻഡ് സ്പോട്ടിൽ ഉണ്ടായിരിക്കില്ല. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഓപ്റ്റിക് നെർവ്സ് റെറ്റിനയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്ന ഭാഗമാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇമേജ് ഡിറ്റക്ഷനും ഉണ്ടാകത്തില്ല. ഓക്കെ, ഹ്യൂമൻ ഐ എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഫോക്കസ് ക്യാമറയെ പോലെ ആക്ട് ചെയ്യുന്നു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി. സീലിയറി മസിൽസിൻ്റെ സഹായത്തോടുകൂടി ഐ ലെൻസാണ് ഇമേജിനെ റെറ്റിനയിൽ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫോക്കസിങ് മെക്കാനിസം എന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ അകലെയുള്ള ഒരു ഓബ്ജക്റ്റിനെ നോക്കുകയാണെന്ന് കരുതുക. ശരിക്കും നമ്മൾ ഡിസ്റ്റൻറ്റ് ഓബ്ജക്റ്റിൽ നിന്നും വരുന്ന റേസിനെ കൺസിഡർ ചെയ്യേണ്ടത് പാരലൽ റേസ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ വളരെ അകലെയുള്ള ഒരു ഓബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് സീലിയറി മസിൽസ് റിലാക്സ്ഡ് ആവും. സീലിയറി മസിൽസ് റിലാക്സ്ഡ് ആകുമ്പോൾ തന്നെ ഈ ലെൻസിൻ്റെ തിക്നെസ് കുറഞ്ഞ് അത് തിന്നായിട്ട് മാറും. ലെൻസ് തിന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ ലെൻസിൻ്റെ പവർ കുറയും. ലെൻസിൻ്റെ പവർ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫോക്കൽ ലെങ്ത് കൂടത്തില്ലേ? അതേ സമയത്ത് നമുക്ക് ഇമേജ് കറക്റ്റായിട്ട് റെറ്റിനയിൽ ഫോളോ ചെയ്യും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലെൻസിൻ്റെ ഷേപ്പ് ചേഞ്ച് ആയിട്ടില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ലെൻസ് ശരിക്കും ഒരു കൺവേർജിങ് ലെൻസാണ്, കോൺവെക്സ് ലെൻസാണ്. അതുകൊണ്ട് തന്നെ ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയിലായിരിക്കില്ല, മറ്റെവിടെയെങ്കിലും ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. സീലിയറി മസിൽസും ഐലൻസും കമ്പൈൻ ചെയ്തുള്ള വർക്കിംഗ് കാരണമാണ് ശരിക്കും ഇമേജ് റെറ്റിനയിൽ ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്തുള്ള ഓബ്ജക്റ്റിനെ നോക്കുമ്പോൾ കണ്ണ് എങ്ങനെയാണ് ഓബ്ജക്റ്റിൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. സീലിയറി മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുന്നു. സീലിയറി മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഐലൻസ് തിക്കാവുകയാണ് ചെയ്യുന്നത്. ഐലൻസ് തിക്കാവുമ്പോൾ ശരിക്കും ഐലൻസിൻ്റെ പവർ കൂടുകയാണ് ചെയ്യുന്നത്. പവർ കൂടിക്കഴിഞ്ഞാൽ നോർമലി ഫോക്കൽ ലെങ്തിന് എന്ത് സംഭവിക്കും? ഫോക്കൽ ലെങ്ത് കുറയും. അങ്ങനെ ഫോക്കൽ ലെങ്ത് കുറയുകയും അടുത്തുള്ള ഓബ്ജക്റ്റിൽ നിന്നും വരുന്ന ഡൈവേർജൻറ്റ് റേസിനെ കറക്റ്റായിട്ട് നമുക്ക് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യാനും കഴിയുന്നു. ഓക്കെ, എത്ര അകലെയുള്ള ഓബ്ജക്റ്റിനെയും അടുത്തുള്ള ഓബ്ജക്റ്റിനെയും ഒരു പ്രയാസവും കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ ഫോക്കസ് ചെയ്യാൻ കണ്ണിന് കഴിഞ്ഞു. കണ്ണിൻ്റെ ഈ കഴിവിനെയാണ് നമ്മൾ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ദ എബിലിറ്റി ഓഫ് ദ ഐ ടു ഫോക്കസ് ഓൺ ഫാർ ആൻഡ് നിയർ ബൈ ഓബ്ജക്റ്റ് ഓൺ ദ റെറ്റിന ഈസ് കോൾഡ് പവർ ഓഫ് അക്കോമഡേഷൻ. ഇവിടെ പവർ ഓഫ് അക്കോമഡേഷന് വേണ്ടി ഐ ലെൻസിനെ സഹായിക്കുന്നത് ഏത് ഭാഗമാണ് എന്ന് ചോദിച്ചാൽ ഏത് ആൻസർ ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക? ശരിക്കും
ലെൻസ് ഇങ്ങനെ വളഞ്ഞു വരുന്നത്, അതിൻ്റെ പവർ കൂടിയും കുറഞ്ഞും വരുന്നത് സീലിയറി മസിൽസിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ പവർ ഓഫ് അക്കോമഡേഷന് വേണ്ടിയിട്ട് ശരിക്കും ലെൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത് സീലിയറി മസിൽസ് ആണ്. എന്നാലും ഒരു മിനിമം ലിമിറ്റ് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കുറയ്ക്കാൻ കണ്ണിന് കഴിയില്ല. അതായത് ലെൻസിൻ്റെ കർവേച്ചർ കൂട്ടി പവർ ഇൻക്രീസ് ചെയ്യാൻ കണ്ണിന് സാധിക്കില്ല. കണ്ണിനോട് വളരെ ക്ലോസ് ആയിട്ടൊരു ബുക്ക് വായിച്ചാൽ എന്താണ് തോന്നുക? ഒന്നാമത്തേത് ലെറ്റേഴ്സ് ക്ലിയർ ആയില്ല, രണ്ടാമത്തേത് കണ്ണിന് നല്ല സ്ട്രെയിൻ തോന്നും. ശരിയല്ലേ? കണ്ണിന് സ്ട്രെയിൻ ഇല്ലാതെ ഓബ്ജക്ട്സിനെ ക്ലിയറായി കാണാൻ കഴിയുന്ന മിനിമം ഡിസ്റ്റൻസിനെയാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയുന്നത്. ഇതിനെ മറ്റൊരു പേരിലും നമ്മൾ പറയാറുണ്ട് നിയർ പോയിൻ്റ് ഓഫ് ദ ഐ എന്നും പറയാറുണ്ട്. കണ്ണിൻ്റെ നിയർ പോയിൻ്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ എത്ര അകലെയുള്ള ഓബ്ജക്റ്റിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് മറ്റൊരു പോയിൻ്റ് കൂടെ പഠിക്കാനുണ്ട്. അതിനെ പറയുന്നത് ഫാർ പോയിൻ്റ് എന്നാണ്. ഓബ്ജക്റ്റിനെ ക്ലിയറായി കാണാൻ കഴിയുന്ന മാക്സിമം ഡിസ്റ്റൻസിനെയാണ് ഫാർ പോയിൻ്റ് എന്ന് പറയുന്നത്. നോർമൽ ഹ്യൂമൻ ഐയുടെ ഫാർ പോയിൻ്റ് എന്ന് നമ്മൾ കരുതിയിരിക്കുന്നത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, 2 കണ്ണുകളുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 2 കണ്ണുകളുണ്ടെങ്കിലും ഇമേജ് ഒരിക്കലും നമ്മൾ 2ആയി കാണുന്നില്ല അല്ലേ? നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നുണ്ടാകും 2 കണ്ണുകളും ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആംഗിൾസിലല്ലേ? ഒരു നോർമൽ അഡൽട്ടിൽ 2 കണ്ണുകൾക്കിടയിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഓബ്ജക്ട്സിനെ നമ്മൾ നോക്കുമ്പോൾ ഓബ്ജക്ട്സിൻ്റെ 2 വ്യത്യസ്തമായ ഇമേജസ് ആണ് ലെഫ്റ്റ് ഐയും റൈറ്റ് ഐയും ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഇമേജിനെ ബ്രെയിനിലോട്ട് സെൻഡ് ചെയ്യുന്നു. ബ്രെയിൻ ഇമേജിനെ പ്രോസസ്സിങ് ചെയ്യുമ്പോഴാണ് 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നത്. 2 കണ്ണുകൾ ഉള്ളതുകൊണ്ട് മറ്റൊരു പ്രയോജനം കൂടി നമുക്കുണ്ട്. ഇത് നമ്മുടെ ഫീൽഡ് ഓഫ് വിഷൻ കൂട്ടുന്നു. അതായത് കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ കഴിയുന്നു. ഒരു കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് 150 ഡിഗ്രി ആംഗിളിലുള്ള ഓബ്ജക്ട്സിനെയാണ്. അതായത് ഹൊറിസോണ്ടൽ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 150 ഡിഗ്രിയാണ്. അങ്ങനെയായാൽ 2 കണ്ണുകൾക്കും കൂടെ 180 ഡിഗ്രി ഹൊറിസോണ്ടൽ ഫീൽഡ് ഓഫ് വ്യൂ ലഭിക്കും. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഏരിയയിലുള്ള വിഷൻ പോസിബിൾ ആകുന്നത്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത് 2 കണ്ണുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ ലഭിക്കുന്നത്. സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്നാൽ 3 ഡയമെൻഷണൽ വിഷൻ എന്നാണ്. ഇപ്പോൾ മനസ്സിലായോ 2 കണ്ണുകൾ ഉള്ളതിൻ്റെ ഇമ്പോർട്ടൻസ്? ഓബ്ജക്ട്സിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, പിന്നെ കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ കഴിയുന്നു, അതുകൂടാതെ സ്റ്റീരിയോസ്കോപ്പിക് വിഷന് ലഭിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഹ്യൂമനെയും ആനിമലെയും റിലേറ്റ് ചെയ്ത് വരുന്ന ചില ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം.